ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സിസ്റ്റേഴ്സ്, നമ്മള് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ട് 350ഓളം പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അതാണ് ഒന്ന് വെയിറ്റ് ചെയ്തത്. അപ്പൊ 42 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പൊ അവരുടെ ഒരു സമയത്തെ നമ്മൾ വില കൽപ്പിക്കണമല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം അല്ലെ? ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലെ? ക്ലിയർ അല്ലേ ഞാൻ സംസാരിക്കുന്നത്? അതെ അതെ ക്ലിയർ ആണ്. ഓക്കെ. അപ്പോ ഞാൻ സ്വാലിഹ, ഫെമിറ്റ്യൂഡിന്റെ കോഫൗണ്ടർ ആണ്. ഫെമിറ്റ്യൂഡ് ഈ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ പരിചയം ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മള് മുസ്ലിം സ്ത്രീകളുടെ ഇഹലോകത്തും പരലോകത്തും പ്രയോജനപ്പെടുന്ന രീതിയിൽ, ഉപകാരപ്പെടുന്ന രീതിയിൽ അവരെ കൈപിടിച്ച് നടത്താൻ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എന്താ പറയാ, അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് അൽഹംദുലില്ലാ. അപ്പോ നമ്മള് ഇത് റംലാനെ ലക്ഷ്യമാക്കിയുള്ള നമ്മളുടെ പ്രോഗ്രാമുകൾ അൽഹംദുലില്ലാ ഒരു 6 മാസം മുൻപ് തുടങ്ങി വെച്ച ഒരു യാത്രയാണിത്. 6 മാസത്തിന് മുൻപ് തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്കറിയാം, നമ്മള് റംലാനിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം നമ്മൾ മാനസികമായിട്ട് തുടങ്ങി വെച്ചവരാണ് അൽഹംദുലില്ലാ. ആ ഒരു വർക്ക്ഷോപ്പിൽ, അതായത് റംലാനിന് വേണ്ടിയിട്ട് ഒരു ലക്ഷ്യം ചിട്ടപ്പെടുത്താൻ, ഒരു ഗോള് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് വർക്ക്ഷോപ്പ്. ആ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്ത എത്ര പേര് ഈ ഒരു പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്? ഒന്ന് ഒന്ന് തംസപ്പോ ഹാൻഡ് റൈസ് ചെയ്യോ, എന്തെങ്കിലും ഒന്ന് പറയോ? ചാറ്റിൽ ഇട്ടാൽ മതിയാവും, അൺമ്യൂട്ട് ചെയ്യണം എന്നില്ല. നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ സന്തോഷമായിരുന്നു. നമ്മളുടെ റംലാൻ മുന്നൊരുക്കങ്ങൾ എന്നുള്ള രീതിയിൽ തുടങ്ങിയ നമ്മുടെ ഫസ്റ്റ് വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്തവര് ആരെങ്കിലും ഉണ്ടോ ഈ ഗ്രൂപ്പില്? ഉണ്ട്. അബീറ, റഹിമ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, റഹിമ ഉണ്ടായിരുന്നു. സാറ, വേറെ ആരാണ്? അൽഹംദുലില്ലാ. പക്ഷെ ഒരുപാട് പുതിയ ആൾക്കാരും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലെ? അൽഹംദുലില്ലാ. അപ്പോ ജുമാന ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ. നമ്മള് ആ ഒരു വർക്ക്ഷോപ്പ്, ആ ഒരു പ്രോഗ്രാം തുടങ്ങിയപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾക്കറിയില്ല, നമ്മള് റമളാനിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് നമ്മൾ നടത്തുന്നത് അല്ലെ? അപ്പോ നമ്മള് എത്രത്തോളം അതിലേക്ക് എത്തും, എന്താണ്, ഒന്നും നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അൽഹംദുലില്ലാ. ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ അല്ലെ? നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗോൾസ് നമ്മൾ സ്പിരിച്വലിയും പേഴ്സണലിയും നമ്മുടെ കരിയറിലും ഒക്കെ റമളാനിന് മുൻപ് ഞാൻ എവിടെ എത്തണം, റമളാൻ എത്തുന്നതിന് മുൻപ് ഞാൻ എങ്ങനെ ഒരുങ്ങണം, ഞാൻ എങ്ങനെ ആയിത്തീരണം, എന്ത് ലക്ഷ്യമാക്കി ഒക്കെ നമ്മൾ ചെയ്തു. അത് ലക്ഷ്യമാക്കി നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്തു. ആ പരിശ്രമത്തില് പലപ്പോഴും നമ്മൾക്ക് പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മള് വീണ് പോയിട്ടുണ്ടാവാം അല്ലെ? പല വീഴ്ചകളും വന്നിട്ടുണ്ടാവാം. പക്ഷെ എന്നിരുന്നാലും അൽഹംദുലില്ലാ അങ്ങനൊരു ലക്ഷ്യം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് തന്നെ അള്ളാന്റെ വലിയ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാ. അതിനിപ്പോ എന്തായിരുന്നാലും അള്ളാന്റെ മാർഗത്തിലുള്ള ആ ഒരു എഫേർട്ട്, അതിന്റെ റിസൾട്ട് എന്ത് തന്നെ ആയിരുന്നാലും നമ്മളുടെ ആ ഒരു എഫേർട്ട്, ആ ഒരു പരിശ്രമം തീർച്ചയായിട്ടും അള്ളാഹു സ്വീകരിക്കാതെ ഇരിക്കില്ല. ഇൻഷാ അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോ ഇന്ന് നമ്മൾ തുടങ്ങി വെക്കുന്നത് റംലാനെ ലക്ഷ്യമാക്കിയിട്ടുള്ള നമ്മളുടെ ഒരു ഒരുക്കത്തിന്റെ ഒരു ലാസ്റ്റ് ഒരു പോളിഷാണ്. അപ്പൊ അത് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, റംലാനെ നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് എങ്ങനെ നമുക്ക് റംലാനെ വരവേൽക്കാനായിട്ട് മനസ്സുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരുങ്ങാം എന്നതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. എനിക്കറിയാം ഇവിടെ ഈ ഒരു ഗ്രൂപ്പിലുള്ള എത്രയാണ്, 51 പേരുണ്ട് അല്ലെ? നമ്മളോട് ആരോടും തന്നെ റംലാന്റെ ഒരു മഹത്വത്തെ പറ്റിയിട്ടോ വലിയ പ്രാധാന്യത്തെ പറ്റിയിട്ടോ ഒന്നും ഒരുപാട് പറയേണ്ട ആവശ്യമുള്ളവരല്ല നമ്മളൊക്കെ
അല്ലെ? നമുക്കറിയാം അതിന്റെ ഒരു മഹത്വവും അതിന്റെ ഒരു പ്രാധാന്യവും ഒക്കെ നല്ലോണം അറിയുന്നവരാണ് ഈ ഒരു ഗ്രൂപ്പിലുള്ളത്. അൽഹംദുലില്ലാഹ്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പൊ നമ്മളിവിടെ പറയാൻ ശ്രമിക്കുന്നത്, നമ്മളിവിടെ പരസ്പരം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന, അത്രത്തോളം മഹത്തേറിയ വലിയൊരു എന്താ പറയാ വലിയൊരു അനുഗ്രഹമാണ് നമ്മളെ കാത്തിരിക്കുന്നത്, അല്ലെ? അതിനെ നമ്മൾക്ക് ഇഹലോകത്തും പരലോകത്തും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് എങ്ങനെ ഉപകാരപ്പെടുത്താം എന്നുള്ളതാണ്. നമ്മളൊക്കെ നമ്മളുടെ വീടും പരിസരവും ഒക്കെ അതിനു വേണ്ടിയിട്ട് ഒരുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്, അല്ലെ? അതിന്റെ പണികൾ ഏകദേശം മിക്കവരും അത് പകുതിയോളം പൂർത്തീകരിച്ചിട്ടുണ്ടാവും, അല്ലെ? റംസാന്റെ നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്നതിലും അതിന്റെ നമ്മളുടെ വീടും പരിസരവും ഒരുങ്ങുന്നതില് നമ്മൾ കുറെയൊക്കെ പകുതി മുക്കാലും കംപ്ലീറ്റ് ചെയ്തവരായിരിക്കും, അല്ലെ? എത്ര പേരുണ്ട്? എത്ര പേരുടെ പണികളൊക്കെ ഒരു പകുതിയിൽ കൂടുതൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടോ. വീട് വൃത്തിയാക്കലും അടിച്ചുവാരലും തുടയ്ക്കലും എന്താ പറയാ അങ്ങനത്തെ പണികളൊക്കെ ഒരു പകുതി മുക്കാലും കഴിഞ്ഞവർ എത്ര പേരുണ്ട് ഈ 55 പേരുടെ കൂട്ടത്തില്? എസ് ജുമൈൽത്ത. വേറെ ആരുണ്ട്? ഒന്നും ആയില്ല അല്ലെ? സാരമില്ല, ഇനിയുണ്ട് 10 ദിവസം. മെഹ്റ ഉണ്ട്, മാഷാ അല്ലാ. നാജിദ ഉണ്ട്, മാഷാ അല്ലാ. പിന്നെ ആരാണ്? യെസ് സാറ, മാഷാ അല്ലാ. അപ്പൊ അത് ഏറ്റവും നല്ല രൂപത്തിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പകുതി ആയിട്ടുണ്ട്, അല്ലെ? പേരറിയില്ല, ഐഫോൺ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാ, ബാറക്കല്ലാ. അപ്പം അത് ആ ഒരു ഒരുക്കങ്ങൾ നമ്മൾക്ക് അത്രയും എത്തിക്കാൻ പറ്റി, അല്ലെ? അൽഹംദുലില്ലാഹ്. അപ്പോ നമ്മള് ആ ഒരു ഒരുക്കങ്ങളൊക്കെ നമുക്ക് അതിന്റെ ഏറ്റവും നല്ലൊരു പ്രയോജനം നമുക്ക് ലഭിക്കാനായിട്ട്, അല്ലെ? അതിന്റെ ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു പ്രയോജനം അത് നമുക്ക് ഉപകാരപ്പെടാനായിട്ട് അതിന്റെ ഒരു ഫൗണ്ടേഷൻ നമ്മളൊന്ന് റെഡിയാക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? അത് റെഡിയായാലാണ് നമ്മൾ ഇപ്പൊ എടുക്കുന്ന ഈ ഒരു പണികളുടെ ഒക്കെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടാന്ന് പറയാം, അല്ലെ? നമ്മൾ വീട് വൃത്തിയാക്കുന്നതിന്റെയും നമ്മളുടെ വീട്ടിലെ എല്ലാതും എന്താ പറയാ എല്ലാ മുക്കും മൂലയും അടിച്ചുവാരി നമ്മളുടെ പണികളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്റെയും ഒക്കെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് ലഭിക്കാനുള്ള ഒരു വലിയൊരു കാര്യമുണ്ട്. എന്താണത്? എവിടെയാണ് നമ്മളുടെ ആ ഒരു ഒരുക്കം വരേണ്ടത്? ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്താൽ മതി. എന്തോ? അതെ അതെ, നമ്മുടെ നീയത്ത്. ആ നീയത്ത് നമുക്ക് എവിടെ നിന്നാണ് ഉണ്ടാവേണ്ടത്? ഹാർട്ട്. അതെ, നമ്മുടെ മനസ്സിന്നാണ്, അല്ലെ? നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. അവിടുന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരുക്കം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെ? അവിടെ അത് ക്ലീൻ അല്ലെങ്കിൽ, അത് പ്രിപ്പയർഡ് അല്ലെങ്കിൽ ബാക്കി നമ്മൾ എന്തൊക്കെ ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആക്കിയിട്ടും കാര്യമുണ്ടോ? മനസ്സിൽ. അതെ, തീർച്ചയായിട്ടും. അതാണ് ഇന്നത്തെ ഈ ഒരു സെഷനും ഞാൻ പറഞ്ഞു വെച്ചു, അല്ലെ? അപ്പോ അതിന്റെ ഒരു പ്രാധാന്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. ആ ഒരു ഫൗണ്ടേഷൻ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് നമുക്ക് കിട്ടാതെ പോകും എന്നുള്ളതാണ്. അപ്പോ അതിന് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഞാന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാര്യം ബാക്കി ഒരുക്കങ്ങളൊക്കെ അത് നാം ചെയ്തത് കൊണ്ടുള്ള ആ ഒരു പ്രയോജനം നമുക്ക് അതുകൊണ്ടേ ലഭിക്കുകയുള്ളൂ. നമുക്കറിയാം, ഒരു 13 മണിക്കൂർ കേവലം ഒരു പട്ടിണി കിടക്കലല്ലാതെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന, ഇഹലോകത്തും പരലോകത്തും ഒരുപാട് നന്മകൾ ലഭിക്കുന്ന വലിയൊരു പുണ്യ കർമ്മമായിട്ട് നമുക്കതിനെ മാറ്റണം, അല്ലെ? ഇൻഷാ അല്ലാഹ്. അപ്പോ നമുക്കറിയാം നോമ്പിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയിട്ടൊന്നും ഒരുപാട് ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് നോമ്പിനെ പറ്റി പറയുമ്പോൾ, റമദാനെ പറ്റി പറയുമ്പോൾ ഉള്ള നമുക്കൊക്കെ അറിയാവുന്ന ഹദീസ് ഉണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ആദം സന്തതികളുടെ എല്ലാ സൽപ്രവർത്തികളും അവന് വേണ്ടിയുള്ളതാണ്, നോമ്പ് ഒഴികെ. നോമ്പ്
എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. ആരാണിത് പറയുന്നത്? അല്ലെ? അള്ളാന്റെ പ്രതിഫലം എത്രയാണെന്ന് പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരു ഇബാദത്താണ് അത്. ശരിക്കും പറഞ്ഞാൽ നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഭാഗമാണ്. നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അല്ലെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ പറയാ, നമ്മൾ ആരും അറിയാതെ എന്തൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, ആരും കാണാതെ എന്തൊക്കെ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലെ? അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നോമ്പിലും ആരും അറിയാതെ ഭക്ഷണം കഴിക്കാം, ആരും കാണാതെ നമുക്ക് വെള്ളം കുടിക്കാം, അല്ലെ? നമ്മളത് ചെയ്യോ? നമ്മൾ ആരെങ്കിലും ചെയ്യോ? നിങ്ങൾ ഒന്ന് ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഒന്ന് ചാറ്റ് ബോക്സ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെഷൻ കൂടുതൽ നമ്മുടെ ഇന്ററാക്റ്റീവ് ആക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ ഇൻവോൾവ് ആവാൻ പറ്റൂ കേട്ടോ, ഇൻഷാല്ലാ. അപ്പൊ കഴിയുന്നവരൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ ഞാൻ ഈ ചോദിക്കുന്നതിന്റെ ഒന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ആൻസർ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ? അപ്പോ നമ്മളത് ചെയ്യൂല, അല്ലെ? നമ്മളത് ചെയ്യൂല. ഇനി എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും, ഒരു കുഞ്ഞു പോലും ഇല്ലെങ്കിലും, ഒരു ഇച്ചു പോലും അറിയില്ലെങ്കിലും നമ്മളത് ചെയ്യില്ല. അത്രമാത്രം നമ്മൾ വിശ്വസിച്ചാണ് നമ്മൾ ആ ഒരു ഇബാദത്ത് നിർവഹിക്കുന്നത്. അത് സുബ്ഹാനല്ലാഹ്, അത് നമ്മെ ഏറ്റവും നന്നായി അറിയുന്ന നാഥൻ അത് മനസ്സിലാക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലെ? അതുകൊണ്ടാണ് അതിന്റെ ഒരു പ്രതിഫലം പോലും പറയാതെ അത്രത്തോളം മഹത്വം, അത്രത്തോളം വലിപ്പം, അത്രത്തോളം വില അല്ലാഹ് അതിന് കൽപ്പിക്കുന്നത്. എനിക്ക് വേണ്ടിയാണ് എന്റെ അടിമ ഈ ഭക്ഷണം ഉപേക്ഷിക്കുന്നത്, എനിക്ക് വേണ്ടിയാണ് അവൻ ദാഹിച്ചിരിക്കുന്നത്, എനിക്ക് വേണ്ടിയാണ് അവൻ ഈ സൽക്കർമ്മം ഈ ഒരു റമളാനിൽ ചെയ്യുന്നത്, എനിക്ക് വേണ്ടിയാണ് ഈ റമളാനിൽ അവൻ ക്ഷമ കാണിക്കുന്നത് എന്ന് ഏറ്റവും നല്ല രൂപത്തില് നമ്മെ മനസ്സിലാക്കുന്ന റബ്ബ് അത് അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അല്ലെ? അതുകൊണ്ട് തന്നെ അവൻ നമുക്കതിന് ഏറ്റവും നല്ല പ്രതിഫലം നൽകും എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോ ശരിക്കും നമുക്കത് പാഴാക്കി കളയാൻ അല്ലെങ്കിൽ ഒഴിവാക്കി കളയാൻ നമുക്ക് സാധിക്കോ? ഇല്ല, ഒരിക്കലും സാധിക്കില്ല, അല്ലെ? അപ്പൊ അള്ളാഹുവിന് വേണ്ടി നാം ചെയ്യുന്ന ആ ഒരു കർമ്മത്തില് അത് പൂർണ്ണമാകണമെങ്കിൽ, അത് അള്ളാന്റെ അള്ളാഹ് വാഗ്ദാനം ചെയ്ത ആ ഒരു പ്രതിഫലം ലഭിക്കുന്ന രീതിയിലാകണമെങ്കിൽ വിശപ്പിന്റെയും ദാഹത്തിന്റെയും ഒപ്പം കടിഞ്ഞാണിടേണ്ട, നിയന്ത്രിക്കേണ്ട, നല്ലതാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെ? അതിന് വീടും പരിസരവും സാധനങ്ങളും ഒക്കെ ഒരുങ്ങുന്നതിനൊപ്പം നമ്മൾ ഏറ്റവും ആദ്യം ഒരുക്കേണ്ടത് നമ്മുടെ മനസ്സിനെ തന്നെയാണ്, ഇൻഷാ അല്ലാഹ്. അതുപോലെ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസില് നോമ്പിനെ പറ്റി പറയുന്നത്, നോമ്പ് ഒരു പരിചയാണ്, അല്ലെ? നോമ്പുകാരൻ തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം ഒഴിവാകുക എന്നുള്ളതാണ്. അവന്റെ സംസാരത്തെയും പെരുമാറ്റത്തെയും നന്നാക്കുക. അവനോട് ആരെങ്കിലും കയർത്ത് സംസാരിക്കുവാൻ, വഴക്കു കൂടുവാൻ വന്നാൽ ഞാൻ നോമ്പുകാരനാവട്ടെ, ഞാൻ നോമ്പുകാരനാണ് എന്നാണ് അവൻ പറയേണ്ടതെന്നാണ്, അല്ലെ? അവിടെയാണ് നമ്മളുടെ ഒരു മനസ്സ് നന്നാക്കേണ്ടതിന്റെ എന്താ പറയാ, ഒരു ആവശ്യകത നമുക്ക് നല്ലോണം മനസ്സിലാവുന്നത്. നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ, നമ്മളൊക്കെ ചിന്തിക്കുന്നതിന്റെ, നമ്മളൊക്കെ മനസ്സിലാക്കുന്നതിന്റെ ഒക്കെ അപ്പുറമാണ്, അല്ലെ? ബാങ്ക് വിളിക്കുന്നുണ്ട്, അല്ലെ? എനിക്കിവിടെ കേൾക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് കണ്ടിന്യൂ ചെയ്യാണ്. നിങ്ങളപ്പോ അതിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ? അത് ബാങ്ക് കഴിയുമ്പോൾ ഇതിലൊന്ന് ശ്രദ്ധിക്കാം. ഞാനപ്പോ അത് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോ നമ്മുടെ മനസ്സിന്റെ നമ്മളെന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, നമ്മൾ കുറേ സംഭവങ്ങൾ ചേർന്നതാണ്, അല്ലെ? നമ്മളുടെ മൈൻഡ്, നമ്മുടെ ബോഡി, നമ്മുടെ സോള്, ഇതൊക്കെ ചേരുന്നതാണ് നമ്മള്. അപ്പോ നമ്മുടെ മനസ്സ് എന്തായിട്ട് കണക്റ്റഡ് ആണ്? നമ്മുടെ മനസ്സിന്റെ ഒരു റിഫ്ലക്ഷൻ എന്താണ് ശരിക്കും? നമ്മുടെ മനസ്സിൽ നടക്കുന്ന ഒരു പ്രോസസ് എന്താണ്? അഥവാ നമ്മുടെ മൈൻഡിൽ നടക്കുന്ന ഒരു പ്രോസസ് എന്താണ്? ഒന്ന് പറയുവോ? മൈൻഡിൽ നടക്കുന്ന ഒരു പ്രോസസ്. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു മൈൻഡ്, ബോഡി, സോൾ, അല്ലെ?
അതാണ് അതിന്റെ ഒരു ആകത്തുകയാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. അതെ, തിങ്കിങ്. മാഷാഅല്ലാ. ഇപ്പൊ നമ്മളെല്ലാം ഒരുപാട് സൈക്കോളജി ക്ലാസ്സുകളും മോട്ടിവേഷണൽ ക്ലാസ്സുകളും ഒക്കെ കേൾക്കുന്നതാണ്. അപ്പൊ അതിന്റെ ആ ഒരു ബേസിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് പോവാത്തത്. നമുക്കറിയാം നമ്മുടെ മനസ്സിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ചിന്തകള്. അല്ലേ? അപ്പൊ ആ ഒരു ചിന്തകളെ നമുക്ക് നന്നാക്കാൻ സാധിച്ചാൽ, ആ ചിന്തകളെ നമുക്ക് നമ്മുടെ ഒരു വരുതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാല്, നമ്മുടെ മനസ്സിനെ നന്നാക്കുന്നതിൽ നമ്മൾക്ക് ഒരു പരിധി വരെ വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഈ ഒരു ചിന്തകള് അതിന്റെ ഒരു ബേസ് എവിടെയാണ്? എവിടുന്നാണ് നമുക്ക് ഈ ഒരു ചിന്തകൾ വരുന്നത്? ഒരു സാധാരണ മനുഷ്യൻ ഒരു ദിവസം നമ്മളിൽ എത്ര ചിന്തകൾ ഉണ്ടാവുമെന്ന് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും. അല്ലെ? നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴാണ് അത് കൂടുതലും. അല്ലെ? നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ് നമ്മുടെ ചിന്ത. കാര്യം നമ്മൾക്ക് എന്തും ചിന്തിക്കാം. ആരും അറിയാൻ പോണില്ല. നമ്മൾ പറഞ്ഞാൽ മാത്രമാണ് ഒരാൾക്ക് നമ്മൾ എന്താ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെ? അല്ലാതെ റബ്ബിനല്ലാതെ വേറെ ആർക്കും അറിയാൻ പോകുന്നില്ല. ഇപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾക്ക് ചിന്തിക്കാൻ സാധിക്കും. ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ ജീവിതത്തില് അവന് സയൻസ് പ്രകാരം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തില് അവന് എത്ര ചിന്തകൾ ഉണ്ടാവും എന്നറിയോ? ഒരു നമ്പർ ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യോ? ഗസ് ചെയ്യോ? അറിയാവോ? അറിയെങ്കിലോ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടോ. ഒരു സാധാരണ മനുഷ്യൻ എത്ര ചിന്തകൾ? 7000. വെരി ഗുഡ് സ്വപ്ന. കുറച്ചുകൂടെയൊക്കെ ഒരു ഫിഗർ വന്നിരുന്നെങ്കിൽ നല്ല. മോർ ദാൻ 5000, മോർ ദാൻ 60 to 70,000 എന്നാണ് സയൻസ് പറയുന്നത്. 60,000 to 70,000. 5,000 ഒക്കെ എവിടെ കിടക്കുന്നു? അതൊക്കെ നമ്മൾ എണീറ്റൊരു 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ആ ഒരു 5,000 ഒക്കെ കവർ ചെയ്യും. മനസ്സിലായില്ലേ? ഒരു ദിവസം 60,000, 60,000 തൊട്ട് 70,000 വരെ, അതിലും മുകളിലേക്കും കൂടാ ട്ടോ. ഒരു ആവറേജ് മനുഷ്യന്റെ ഒരു ആവറേജ് കണക്കാണിത്. അത്രയും ചിന്തകൾ ഒരു ദിവസം ഒരു സാധാരണ മനുഷ്യന്റെ മനസ്സിലൂടെ പോകുമെന്നാണ്. ഓക്കെ. ഇനി അതിലും വലിയ രസം എന്താന്ന് വെച്ചാല് ആ ചിന്തകളില് 95% നടക്കുന്നത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിന്റെ ഇൻഫ്ലുവൻസിലുള്ള ചിന്തകളാണ്. കോൺഷ്യസ് മൈൻഡിലുള്ളത് ഒരു 5% മാത്രാണ്. ഇനി ഈ 95% അൺകോൺഷ്യസ് മൈൻഡിന്റെ ഇൻഫ്ലുവൻസ് നടക്കുന്ന ചിന്തകളിൽ തന്നെ 85%ഉം നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും, നെഗറ്റീവ് തിങ്കിങ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോ ശരിക്കും പറഞ്ഞാല് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡാണ്, നമ്മുടെ എന്താ പറയാ ഉപബോധ മനസ്സാണ് നമ്മുടെ ചിന്തകളെ നയിക്കുന്ന ഒരു സംഭവം. മനസ്സിലായില്ലേ? അപ്പോ ഈ അൺകോൺഷ്യസ് മൈൻഡ് ശരിക്കും എങ്ങനെയാ രൂപപ്പെടുന്നത്? നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എന്താ പറയാ നമ്മുടെ ചിന്തകൾ, നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പയ്യെ പയ്യെ അത് അൺകോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ അങ്ങോട്ട് സെറ്റ് ആവും. അതുപോലെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ സെറ്റായി അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസമായി മാറും, ഒരു ബിലീഫായി മാറും. ആ ബിലീഫിൽ നിന്നാണ്, ആ വിശ്വാസത്തിൽ നിന്നാണ് ഈ ചിന്തകൾ കൂടുതലായിട്ട് വരുന്നത്. സുബ്ഹാനല്ലാ, വിശ്വാസം നമ്മൾക്ക് വേഗം കണക്ട് ചെയ്യാൻ പറ്റും. ശരിക്കും ഒരു ഇസ്ലാമിനെ മനസ്സിലാക്കാതെ ഒരു സൈക്കോളജി മനഃശാസ്ത്രം മനസ്സിലാക്കാനേ കഴിയില്ല എന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും ഒരു സൈക്കോളജിയുടെ ഒരു ബേസ് പഠിക്കുമ്പം തന്നെ. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു വിശ്വാസത്തെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാതും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ആദ്യം സ്ട്രോങ് ആക്കേണ്ടത്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളുടെ ഒരു വിശ്വാസം, നമ്മളുടെ ഒരു ഈമാൻ അത് സ്ട്രോങ് ആയിരിക്കുമ്പോൾ ഉള്ള സമയത്ത് നമ്മളുടെ ചിന്തകള് എങ്ങനെയായിരിക്കും പോകുന്നത്? അല്ലെ? ആ സമയത്തും ഒരുപക്ഷെ നമുക്ക് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ വന്നുന്നിരിക്കാം. ആ സമയത്തും നമ്മളോട് ചെയ്ത കുറ്റത്തിനോ ചെയ്യാത്ത കുറ്റത്തിനോ ഒക്കെ ആരെങ്കിലും കയർത്ത് സംസാരിച്ചു എന്നൊക്കെ വരാം. അല്ലെ? പക്ഷെ ആ ഒരു സമയത്ത് നമ്മുടെ ചിന്തകൾ എങ്ങനെയായിരിക്കും പോകുന്നത്? ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഉദാഹരണങ്ങളാണ്. എങ്ങനെയായിരിക്കും നമ്മുടെ ചിന്തകൾ പോവുക?
നമ്മൾ പലതും കണ്ടെത്തി ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കും. അല്ലെ? ഓ ചിലപ്പോ അവർ അങ്ങനെ വിചാരിച്ചിട്ടാവും, അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം, അല്ലെ? നമ്മള് പോസിറ്റീവ് തിങ്കിങ്ങിനെക്കാട്ടിലും പോസിറ്റീവായിട്ട് നമ്മൾ തിങ്ക് ചെയ്യും എന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരു പോസിബിലിറ്റി തിങ്കിങ് ഒക്കെ നടക്കും അപ്പൊ. അല്ലെ? ഇനിയിപ്പോ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമ്മൾ നല്ല ഇമാനികമായിട്ട് നല്ല സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ ഇതിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ഇങ്ങനെ ചെയ്താൽ ഇതിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? അങ്ങനെ ചെയ്താലോ? ഇങ്ങനെ ചെയ്താലോ? അങ്ങനെ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നാലോ? അങ്ങനെ പല പോസിബിലിറ്റിയെ പറ്റി നമ്മൾ ചിന്തിക്കും. അല്ലെ? ഇനിയിപ്പോ നമ്മളോട് ആരെങ്കിലും ചെയ്യാത്ത കുറ്റത്തിനോ നമ്മൾ കേൾക്കേണ്ടാത്ത എന്തെങ്കിലും കേട്ടാലോ ഒക്കെ നമ്മൾക്ക് ആ രീതിയിൽ ചിന്തിക്കാനും ഡിസിഷൻ എടുക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് ആ സമയത്ത് നമുക്ക് ഉണ്ടാവും. അല്ലെ? എന്നാ നേരെ മറിച്ച് നമ്മള് ഈമാനികമായിട്ട് അത്ര നല്ല അവസ്ഥയിലൊന്നും അല്ല. നമസ്കാരമൊക്കെ എങ്ങനെയൊക്കെയോ ഒരു ചടങ്ങ് തീർക്കലായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു പോകുന്നു. അല്ലായിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് ദുആ ചെയ്യാൻ പോലും ആ ഒരു ദുആ അങ്ങോട്ട് മനസ്സിന്ന് വരുന്നില്ല. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയില് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെല്ലാം കേൾക്കണം. അതെ, അതെ, അതെ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയില് നമ്മൾ ആകെ ഡൗൺ ആയിട്ടിരിക്കുന്ന നമ്മളുടെ ഇബാദത്തുകളൊന്നും നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. നല്ലോണം ഒന്ന് ദുആ ചെയ്യാൻ കൂടി സാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തില് നമ്മൾക്ക് ഇതുപോലെ എന്താ പറയാ നമുക്ക് താങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ വരാണ്. അതുപോലെ നമ്മളോട് ആരെങ്കിലും ചെയ്ത കുറ്റത്തിനോ ചെയ്യാത്ത കുറ്റത്തിനോ ഒക്കെ കയർത്ത് സംസാരിച്ചുകൊണ്ട് വരാണ്. എങ്ങനെയായിരിക്കും നമ്മളുടെ ചിന്തകൾ പോകുന്നത്? അല്ലെ? എന്തൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടും അല്ലെ? ഇനിയിപ്പോ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഏതൊക്കെ രീതിയിൽ നമ്മുടെ ചിന്തകൾ പോവും അല്ലെ? കുറച്ച് കഴിയുമ്പോ നമുക്ക് തന്നെ തോന്നും അല്ലാ ഞാനാണോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചത്? ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ? ഞാൻ തന്നെ ആണോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചത്? എന്ന് നമ്മള് ആലോചിച്ചു പോവും അല്ലെ? അങ്ങനെ നമ്മുടെ ചിന്തകൾ മാറും. അവിടെയാണ് ആ ഒരു വ്യത്യാസം. നമ്മുടെ ചിന്തകളെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം? എങ്ങനെ അതിന്റെ ആ ഒരു നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റം, നമ്മളുടെ ഒരു വിശ്വാസം, നമ്മുടെ ഈമാൻ ഏറ്റവും നല്ല രൂപത്തിലാക്കേണ്ടതിന്റെ ഒക്കെ ഒരു പ്രാധാന്യം നമുക്ക് അതിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെ? അപ്പോ നമ്മൾ അതിൽ അൾട്ടിമേറ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സാധനം നമ്മളുടെ ഒരു വിശ്വാസം അതിനൊന്ന് സ്ട്രോങ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അത് സ്ട്രോങ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ദൃഢമുള്ളതാക്കാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ തന്നെയാണ് അൾട്ടിമേറ്റ്ലി അതിന്റെ സ്റ്റെപ്പ് എടുക്കേണ്ടത്. ഇനിയിപ്പോ നമുക്ക് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടി അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും അള്ളാന്റെ ഒരു സഹായം ഉണ്ടാവും തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ട് എന്റെ ഈമാൻ കൂടാൻ വേണ്ടിയിട്ട് എനിക്ക് അള്ളാഹുമായിട്ടുള്ള എന്റെ ബന്ധം സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ തന്നെ ആലോചിച്ച് നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ കണ്ടെത്തി അതിലേക്ക് നടക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മളൊന്ന് നടക്കാൻ ശ്രമിക്കുമ്പം തന്നെ അള്ളാഹ് നമ്മളിലേക്ക് ഓടിയെത്തും എന്നുള്ളത് അള്ളാന്റെ വാഗ്ദാനമാണ്. അല്ലേ? അപ്പോ അത്തരത്തിലുള്ള ഒരു ശ്രമം നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമ്പം തന്നെ നമ്മുടെ ചിന്തകളെ ഒരു പരിധി വരെ നല്ലതാക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഉണ്ടാവും കുറേ കാര്യങ്ങൾ ഇങ്ങനെ അടിഞ്ഞുകൂടി നമ്മുടെ മനസ്സിൽ. അതിനൊക്കെ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒന്ന് ക്ലിയർ ആക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പലതും കിടക്കണ്ടാത്തത് എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് നമ്മുടെ ചിന്തകളെ അതിലേക്കൊക്കെ വലിച്ചുകൊണ്ട് പോകും. നമ്മൾ പോലും അറിയില്ല. അപ്പൊ നമ്മൾ തന്നെ അതിനേക്കൊന്ന് എന്താ പുറത്തെടുത്ത് കളയാനുള്ള ഒരു ശ്രമം നമ്മൾ തന്നെ അത് ഉണ്ടാക്കുക. അതൊന്ന് പുറത്തേക്ക് എടുത്ത് കളഞ്ഞിട്ട് അവിടെ നല്ല ചിന്തകളെ കൊണ്ടുവരാനുള്ള ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ഡേർട്ടി ആയിട്ട് അങ്ങനെ അഴുക്ക് പിടിച്ച് അതും ഇതും ചപ്പയും കുപ്പയും ഒക്കെ ആയിട്ട് കിടക്കുമ്പോൾ ഉള്ളൊരു കാര്യം എന്താന്ന് വെച്ചാൽ അവിടെ വേഗത്തിൽ നമുക്ക് നെഗറ്റീവ് തിങ്കിങ് വരാനും അതുപോലെ മറ്റുള്ളവർക്ക് ഭയങ്കര ഒരു സ്വാധീനം നമ്മളിൽ ഉണ്ടാക്കാനും സാധിക്കും എന്നുള്ളതാണ്. അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾക്ക് വേഗം അത് ഫീൽ ചെയ്യും. അവർക്കാണെങ്കിലും നമ്മളോട് എന്തും പറയാം, നമ്മുടെ മേത്തേക്ക് എന്തും ഇടാം, നമ്മളെ എന്തും പറയാം എന്നുള്ള ഒരു ലൈസൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പോക്ക് കൊണ്ട് അവർക്കും കൂടെ കിട്ടുകയാണ്. അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
എല്ലാരും നമ്മളുടെ വീടിന്റെ നമ്മളുടെ സ്വന്തം കിച്ചൺ ഒന്ന് ആലോചിക്കുക. നമ്മുടെ കിച്ചൺ ഓക്കെ ആലോചിച്ചോ? നമ്മുടെ കിച്ചണ് നല്ല ഒന്നാന്തരായിട്ട് ആകെ കൊളായിട്ട് കിടക്കാണ്. ഓക്കെ ഫുള്ള് എന്താ വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും ഫുഡ് വേസ്റ്റും കുറെ സിങ്കാണെ ഫുള്ളായിട്ട് ബാക്കി അതിന് ചുറ്റിനും കിടക്കാണ്. അങ്ങനെ തറയിൽ അത് തട്ടി കുടഞ്ഞത് കിടപ്പുണ്ട്, കുറെ ആഹാര സാധനങ്ങൾ തട്ടി കിടപ്പുണ്ട്, പൊടി കുറച്ച് സ്പൈസസ് പൊട്ടി വീണത് കിടപ്പുണ്ട്. അങ്ങനെ ആകെ കൊളായിട്ട് കിടക്കുക നമ്മുടെ കിച്ചൺ. ആ കിച്ചണിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്യുക. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ എന്തെങ്കിലും മുളക് പൊടിയോ മല്ലിപ്പൊടിയോ എന്തെങ്കിലും പൊട്ടിച്ചിട്ട് തീർന്നു പോയി, നമ്മൾ പൊട്ടിച്ചിട്ട് അതിന്റെ ഒരു കവറ് നമ്മൾ വേഗം തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് അന്വേഷിച്ച് കൊണ്ട് അതിൽ തന്നെ ഇടുവോ? അങ്ങനെ കിടക്കുന്ന കിച്ചണില് എത്ര പേരിടും? നമ്മുടെ കിച്ചന്റെ ഒരു അവസ്ഥ ഇതാണ്. അപ്പൊ നമ്മളിങ്ങനെ എന്തെങ്കിലും സാമ്പാറോ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാം. അപ്പോ ഇങ്ങനെ ഒരു മുളക് പൊടി പൊട്ടിച്ചു, അതിന്റെ കവറ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റ് എവിടെ, പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടുന്ന ബാസ്ക്കറ്റ് എവിടെ എന്ന് അന്വേഷിച്ച് നമ്മൾ കൊണ്ടുപോയി ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുന്ന എത്ര പേരുണ്ട്? ഇടുന്ന എത്ര പേരുണ്ട്? ഒരു നോ വന്നിട്ടുണ്ടായിരുന്നു. ഇടുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് നല്ലോണം അപ്രീഷിയേറ്റ് ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ്. അബീറ ഇടും? വാവ്. പിന്നെ യെസ് അബീറ ഇടും. വേറെ ആരുണ്ട്? ഇല്ല ഇടൂല. യെസ് കിച്ചൺ അങ്ങനെ കിടന്നാലും അതിൽ തന്നെ ഇടും, വേസ്റ്റ് ബാസ്ക്കറ്റിൽ തന്നെ ഇടും. ഒരുപാട് ഔട്ട് ഓഫ് ദി ബോക്സിലുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ ഈ ഗ്രൂപ്പില്. മാഷാ അല്ലാ ബാറക്കല്ലാ. മെജോറിറ്റി എന്താ നമ്മൾ ചെയ്യാ? ഒരു മെജോറിറ്റി എന്താ ചെയ്യാ നമ്മള് അങ്ങനെ കിടക്കുന്ന ഒരു കിച്ചണില്? ഒരു സത്യസന്ധമായ ആൻസർ എനിക്ക് എവിടെന്നെങ്കിലും ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ പടച്ചോനെ. അവിടെ തന്നെ ഇടും. അവിടെ തന്നെ ഇടും അല്ലെ? ആരാണ് പറഞ്ഞത്? നൂർജി. മാഷാ അല്ലാ. നമ്മളൊരു മെജോറിറ്റി അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ? എന്തായാലും ഇത് ഇത്രയും കുളമായി. ഇപ്പൊ അവസാനം എല്ലാം കൂടെ വൃത്തിയാക്കാം അല്ലെ? എല്ലാം കൂടെ ഒരുമിച്ച് വൃത്തിയാക്കാന്ന് വെച്ചിട്ട് അവിടെ തന്നെ ഇടും. അതെ അവിടെ തന്നെ ഇടും നമ്മള്. അങ്ങനെയാണ് നമ്മൾ മെജോറിറ്റി ചെയ്യുക അല്ലെ? എന്നാലും വേറൊരു സിനാരിയോ ഞാൻ പറയട്ടെ. നമ്മുടെ കിച്ചൺ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മുടെ സിങ്കിലൊന്നും ഒന്നുമില്ല. നമ്മളുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ അത് ഇടേണ്ട സ്ഥലത്ത് തന്നെയാണ്, ഫുഡ് വേസ്റ്റ് അത് ഇടേണ്ട സ്ഥലത്ത് തന്നെയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമ്മുടെ കിച്ചൺ. അപ്പൊ നമ്മൾ കുക്കിങ്ങിന് കയറി ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം എന്തെങ്കിലും പൊടി ആവശ്യം വന്നു, നമ്മളത് പൊട്ടിച്ചു. അതിന്റെ കവർ നമ്മൾ എവിടെ ഇടും? നമുക്ക് അവിടെ ഇടാൻ തോന്നുവോ? അത് തോന്നില്ല. ഓട്ടോമാറ്റിക്കലി അത് വൃത്തിയായിട്ട് ഇരിക്കുകയല്ലേ, അപ്പൊ നമ്മൾ തന്നെ അത് അഴുക്കാക്കൂല. അതെ നമ്മൾ അതിപ്പോ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് എവിടെയാണോ ഇടേണ്ടത് അവിടെ അന്വേഷിച്ച് നമ്മൾ കൊണ്ടുപോയി ഇടും. നമ്മുടെ കിച്ചണിൽ ഇടൂല അല്ലെ? ശരിക്കും ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ കാര്യവും. അതിങ്ങനെ അഴുക്ക് പിടിച്ച് കിടക്കാണേ. നമ്മളും കുറേ ഇങ്ങനെ ആവശ്യമില്ലാത്തത് വീണ്ടും 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 നമ്മൾ പോലും അറിയാതെയും അറിഞ്ഞും ഒക്കെ അതിലേക്ക് വീണ്ടും വീണ്ടും വരും. നമ്മുടെ അടുത്തൂടെ നടക്കുന്നവർക്കും നമ്മുടെ അടുത്തൂടെ പോകുന്നവർക്കും നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വരുന്നവർക്കും എന്താ നമ്മളിനി എവിടെയെങ്കിലും ഗസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഒക്കെ അവർക്കൊക്കെ അതും ഇതും ഒക്കെ വാരി നമ്മുടെ മനസ്സിലേക്ക് ഇടാൻ പറ്റും. മനസ്സിലായില്ലേ? റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്ട്രോങ് ആവുക എന്നുള്ളതാണ്. ഞാന് എന്താ പറയാ എന്റെ മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത ചിന്തകളെ ഒന്നും ഞാൻ അതില് കൊണ്ടുവരില്ല. അതിനുവേണ്ടി എന്താ പറയാ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല, അങ്ങനത്തെ ചിന്തകൾ എന്നിലേക്ക് വരാൻ പാടില്ല. കാരണം എന്റെ അങ്ങനത്തെ ചിന്തകളാണ് പലപ്പോഴും എന്റെ സംസാരത്തിലും എന്റെ പ്രവൃത്തിയിലും എന്റെ പെരുമാറ്റത്തിലും ഒക്കെ അത് റിഫ്ലക്ട് ചെയ്യും. സോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങള് എന്താ പറയാ അത് ഞാൻ ഉണ്ടാക്കും. എന്റെ ചിന്തകളെ നന്നാക്കാനുള്ള സാഹചര്യങ്ങള് അത് ഞാനായിട്ട് ഉണ്ടാക്കും. അതാണ് നമ്മളിൽ നിന്ന്
വരേണ്ടത്. നമ്മൾ കേട്ടിട്ടില്ലേ തോട്ട്സ് ബിക്കം തിങ്സ്. നമ്മൾ എന്താണോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതായിരിക്കും പിന്നീട് നമ്മുടെ ലൈഫിലേക്ക് വരിക എന്നുള്ളതാണ്. അതൊരു വലിയ വലിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ശരിക്കും ഈ ആറ്റോമിക് ഹാബിറ്റ്സ് ഒക്കെ. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ആ ബുക്സ് ഒക്കെ അല്ലെ? 21 ഡേയ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് നമ്മുടെ ഹാബിറ്റ് ആവാൻ വളരെ എളുപ്പമാണ്. നമുക്കതൊരു ഹാബിറ്റ് ആക്കി എടുക്കാൻ 21 ഡേയ്സ് ഒക്കെ ആണ് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറയുന്നത് അല്ലെ? കേട്ടിട്ടില്ലേ? അതെ. അത് എന്തുകൊണ്ടാണ് നമ്മൾ സ്വാലിഹ മാം ഓ ആരാണ്? ആക്ച്വലി നേരത്തെ പറഞ്ഞതില്ലേ കിച്ചണില് മെസ്സായിട്ട് കിടക്കുന്നെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മള് ഒരു കൃത്യനിഷ്ഠ ഉണ്ടെങ്കിൽ ഒരു ചിട്ട ഉണ്ടെങ്കിൽ അങ്ങനെ മെസ്സാവില്ല അല്ലേ? അതെ അതെ അപ്പൊ അതെ അത് അതെ നമ്മൾ ഫോളോ ചെയ്താല് നന്നായിരിക്കുമല്ലോ. അത് ഈ 21 ഡേയ്സിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഹാബിറ്റായി മാറുന്ന പോലെ നമ്മുടെ അതെ അതെ ജീവിതത്തിൽ ആ ഒരു ചിട്ട വന്നാല് അങ്ങനെ അതെ ഉണ്ടാവില്ല അല്ലെ? അതെ അതെ കറക്റ്റ് ആണ് കറക്റ്റ് ആണ്. അബീദ അല്ലേ ഇത്? ആരായിരുന്നു? അതെ അതെ അതെ. അതെ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതാണ് ഈ റിപ്പീറ്റഡ് തോട്ട്സിന്റെയും റിപ്പീറ്റഡ് ആക്ഷൻസിന്റെയും കാര്യം പറഞ്ഞത്. നമ്മൾ അതാണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കിടക്കുന്നതും അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതൊരു നെഗറ്റീവ് തോട്ട്സ് ആയിട്ട് കിടക്കുന്നതും. അതാണ് നമ്മളെ എപ്പോഴും ചിന്തിക്കുന്ന കാര്യങ്ങൾ. ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പലതും ഈ മഴ കൊണ്ടാല് പനി വരും അല്ലെ? നമ്മളുടെയൊക്കെ വിശ്വാസം അങ്ങനെയാണ്. നമ്മള് ഒരു പരസ്യത്തിന് ടാഗ്ലൈൻ തന്നെ കേട്ടിട്ടില്ലേ? വിശ്വാസം അതല്ലേ എല്ലാം അല്ലെ? അതിൽ എത്രമാത്രം സൈക്കോളജിക്കലി അല്ലെങ്കിൽ സയന്റിഫിക്കലി അത് ശരിയാണ് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ എന്താണോ കണ്ടിന്യൂസ് ആയിട്ട് വിശ്വസിച്ചു പോരുന്നത് അത് നമ്മൾ പോലും അറിയാതെ അത് ഇതിലേക്ക് വരുന്നതാണ്. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തെ ശരിയായ രൂപത്തില് അള്ളാഹു ആയിട്ട് കണക്ട് ചെയ്ത് അള്ളാഹു ആയിട്ടുള്ള ആ ഒരു ബന്ധം സ്ട്രോങ് ആവുന്ന രീതിയിൽ നമ്മുടെ ഈമാനെ ശക്തിപ്പെടുത്തി നമ്മൾ ആക്കേണ്ടതിന്റെ ഒരു ആവശ്യകത വരുന്നത്. ഓക്കെ, ആ വിശ്വാസത്തിൽ നിന്നാണ് ഈ ഒരു നമ്മുടെ ചിന്തകൾ വരുന്നത്. പിന്നെ ആ ഒരു ചിന്തകളുടെ ഒരു ആയിരിക്കും നമ്മുടെ സംസാരവും പെരുമാറ്റവും പ്രവൃത്തിയും ഒക്കെ തന്നെ വരുന്നതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ആ ഒരു ചിന്തയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാ. ചിന്ത വരുമ്പോ എന്ത് ചെയ്യണം എന്ന്. അത് നെഗറ്റീവ് ചിന്തയാണോ ഉദ്ദേശിച്ചത്? നദീറ എന്നാണെന്ന് തോന്നുന്നു പേര് അല്ലെ? അതാണ് ഞാൻ പറഞ്ഞത്. നെഗറ്റീവ് ചിന്തകളാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തന്നെ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് സ്ട്രോങ് ആക്കുക, നമ്മൾ ഈമാനികമായിട്ട് സ്ട്രോങ് ആകുക, നമ്മൾ തന്നെ എഴുതുക എന്തൊക്കെയാണ് നമ്മുടെ മുന്നിലെ പ്രശ്നങ്ങള്. ആ പ്രശ്നങ്ങളിൽ നിന്നാണല്ലോ നമുക്ക് പല നെഗറ്റീവ് ചിന്തകളും വരുന്നത് അല്ലെ? ആ പ്രശ്നങ്ങൾ നമ്മൾ എന്റെ ചിന്തകളെ നെഗറ്റീവ് ആക്കുന്ന എന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് എഴുതുന്നത് നമുക്ക് ഒരുപാട് പ്രയോജനപ്പെടും. അങ്ങനെ എഴുതുമ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ മനസ്സും ചിന്തയും എല്ലാതും അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്യും. അങ്ങനെ എഴുതുമ്പോ എന്നിട്ട് നമ്മൾ നോക്കുക അതില് ഏതൊക്കെ പ്രശ്നത്തിന് എനിക്കൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റും, ഇതിൽ എന്റെ കൺട്രോളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇൻഫ്ലുവൻസിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊന്ന് നമ്മൾ നോക്കുക. അതൊന്ന് നോക്കിയിട്ട് അത് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുക. ഇനി നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോളിലുള്ള കാര്യങ്ങൾ, അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല അല്ലെ? ചിലപ്പോ നമ്മളെ ആരെങ്കിലും ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ചിലരുടെ അടുത്ത് നിന്നുള്ള ചില പെരുമാറ്റങ്ങൾ കാണുമ്പോ അതൊക്കെ ആയിരിക്കും നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ ചിന്തകളെ വേറെ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോകുന്നത് അല്ലെ? അത് ഇപ്പൊ അവരെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. സാധിക്കോ? ഇല്ല. അത് അവരുടെ കയ്യിലിരിക്കുകയാണ്. അവരുടെ വാക്കും അവരുടെ പെരുമാറ്റവും അവരുടെ പ്രവൃത്തിയും ഒക്കെ അത് അവരുടെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് അവരങ്ങനെ പെരുമാറുമ്പോ ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കണം, അവരിങ്ങനെ പ്രവർത്തിക്കുമ്പോ ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കണം, എന്ത് നിലപാടെടുത്ത് ഞാൻ എന്റെ മനസ്സിനെ റെഡിയാക്കണം. ഇനി എന്തെങ്കിലും ചെയ്താൽ അങ്ങനത്തെ അവരുടെ പ്രവൃത്തി അങ്ങനത്തെ അവരുടെ പെരുമാറ്റം ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കുന്നതൊക്കെ നമുക്ക് ചെയ്യാം, സാധിക്കാത്തതൊക്കെ അതൊക്കെ പിന്നെ നമുക്കത് എന്താ പറയാ, അത് അള്ളാന്റെ അടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് അവരുമായിട്ട് ഒരു ഫേവറബിൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബന്ധത്തിലുള്ളവരാണെങ്കിൽ നമുക്ക് അതും ചെയ്യാം. നമ്മുടെ മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത ചിന്തകളെ കൊണ്ടുവരരുതെന്ന് മാത്രമാണ്.
ഇനി ഫേവറബിൾ ഡിസ്റ്റൻസ് അവരുമായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റൂല, അവരെ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ എന്നതാണെങ്കിൽ അത് അങ്ങനെ തന്നെ, അത് നമ്മളും എടുത്തൊരു ഡിസിഷൻ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അവിടെ പിന്നെ നമ്മുടെ ചിന്തകളെ നമ്മള് നെഗറ്റീവ് ആക്കിയിട്ട് കാര്യമില്ല. അത് നമ്മൾ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ അവരുടെ അടുത്തുനിന്ന് പിന്നെ നമ്മള് വലിയ നല്ല പെരുമാറ്റവും നല്ല പ്രവൃത്തിയും നല്ല വാക്കുകളും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത്തരത്തിൽ ഈ പറഞ്ഞ കാര്യം നമുക്ക് നല്ലോണം നമുക്ക് റമദാനിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമ്മളൊന്ന് ആലോചിക്കുക, നമുക്ക് ഈ ഒരു 1 month നമുക്ക് ആ ഒരു പീസ്ഫുൾ ആയിട്ട് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ ആവശ്യമില്ലാത്ത ചിന്തകളും ഒക്കെ നമ്മുടെ കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ അതിനെ സോൾവ് ചെയ്യാൻ പറ്റും, അത് നമ്മൾ ചിന്തിച്ചെഴുതുക തന്നെ ചെയ്യണം. ഒരു പരിധി വരെ നമുക്കത് ഒരുപാട് പ്രയോജനപ്പെടും. കാര്യം നമുക്കത് അള്ളാഹ് തന്ന വാഗ്ദാനാണ് അല്ലെ. നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രമിക്കുമ്പോ ബാക്കി പിന്നെ അള്ളാന്റെ അടുത്തുനിന്ന് ഒരു സഹായം ഉണ്ടാവും എന്നുള്ളത് അത് അള്ളാന്റെ വാഗ്ദാനാണ്. ഇൻഷാ അല്ലാ ആ ഒരു ശ്രമം നമ്മൾ ഓരോരുത്തരും, ഇത് കേൾക്കുന്ന ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം. നമ്മൾ ഇപ്പോൾ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്യാം. എന്തൊക്കെയാണ് എന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന, എന്റെ ചിന്തകളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്നെ ഡൗൺ ആക്കുന്ന, എന്നെ മാനസികമായിട്ട് തളർത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ പ്രശ്നങ്ങളില് എന്തിനൊക്കെ എനിക്ക് തന്നെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇനി മറ്റുള്ളവർ തന്നെ ഞാൻ ചെയ്താൽ അത് ഒഴിവാക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ഇപ്പൊ തന്നെ അതിനുള്ളൊരു സ്റ്റെപ്പ് എടുക്കുക തന്നെ വേണം. എന്നാലാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ വീട് ഒരുക്കിയിട്ടും കിച്ചൺ ഒരുക്കിയിട്ടും നമ്മൾക്ക് എന്താ റംസാനിന് ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി ഇതാക്കിയിട്ടും ഒക്കെ ഉള്ള ആ ഒരു എന്താ പറയാ, അതിന്റെ ഒക്കെ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റമദാനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് അപ്പോഴാണ് സാധിക്കുക അല്ലെ. നമുക്കിങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ പറയാം റംസാനാണ് ഒക്കെ മറക്കാം, ഒന്നും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരരുത് എന്നൊക്കെ നമുക്കിങ്ങനെ പറയാം. പക്ഷെ നമുക്കത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുമോ? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ ഇരുന്ന് അല്ലെ. അപ്പോ അത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാ നമ്മളെല്ലാരും അത് ഇന്ന് തന്നെ അതിനുള്ളൊരു ശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും നമുക്കത് ഒരുപാട് ഉപകാരപ്പെടും. നമ്മുടെ കഴിവിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിച്ച് എന്താ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാ. അപ്പോ അതാണ്. അപ്പൊ ആ ഒരു നമ്മുടെ ചിന്തകളെ നന്നാക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ചിന്തകളിൽ നിന്നാണ്, അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് പിന്നെ നമ്മുടെ സംസാരവും പ്രവൃത്തിയും ഒക്കെ വരുന്നത് അല്ലെ. അപ്പം ആ ഒരു ഫൗണ്ടേഷൻ, ആ ഒരു ചിന്ത നന്നാക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിലേക്ക് പോവാം. ഇൻഷാ അല്ലാ അടുത്ത 1-2 കാര്യങ്ങളും കൂടെ ഒന്ന് സൂചിപ്പിക്കാനായിട്ടുണ്ട്. ഇൻഷാ അല്ലാ അപ്പൊ അടുത്തതിലേക്ക് പോവാണ് ഞാൻ. ഇനി നമ്മുടെ ചിന്തയിൽ നിന്ന് വരുന്ന നമ്മുടെ ഫസ്റ്റ് നമ്മുടെ സംസാരം. അപ്പോ അവിടെ നമുക്ക് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളത്. നമുക്കിപ്പോ റംസാന് പിറകണ്ട് അല്ലെങ്കിൽ റംസാൻ ഒന്ന് തുടങ്ങുമ്പം തന്നെ ചിന്തകൾ നന്നാക്കാതെ നമ്മുടെ വീട് നന്നാക്കിയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല എന്നുള്ളതാണ്. എത്രയൊക്കെ നമ്മുടെ മനസ്സിങ്ങനെ പല ചിന്തകളും കൊണ്ട് ഇങ്ങനെ വീർപ്പ് മുട്ടുകയാണ്. അങ്ങേയറ്റം എന്താ പറയാ, നമ്മളെ തന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇതൊക്കെ ഇട്ട് നല്ല ലോഷനൊക്കെ ഉപയോഗിച്ച് നമ്മുടെ എന്താ ഫ്ലോറും ബാത്റൂമും ഒക്കെ കഴുകി വൃത്തിയാക്കി എല്ലാതും പൊടിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് എന്താ അത് നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും അല്ലെ. ഒരു കാര്യമില്ല. നാളത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാ എങ്ങനെ ചിന്തയെ നന്നാക്കാന്ന് ഇൻഷാ അല്ലാ. നാളെ നമുക്ക് ഷെഡ്യൂളിംഗ് പാർട്ട് കൂടുതൽ വരാണ്. ഓക്കെ, അപ്പൊ ഐഷാത്ത് അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കൺവേ ചെയ്ത് തരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. ഇന്ന് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഞാനിവിടെ കൺവേ ചെയ്യുന്നത് ഇൻഷാ അല്ലാ. അപ്പോ എന്താണ് നമ്മുടെ സംസാരം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ 1-ാം തീയതി റംസാൻ 1 തുടങ്ങുമ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത്, എന്റെ വാക്കുകൾ ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ നമുക്ക് ആവാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഇപ്പോഴേ അതിന്റെ ശ്രമങ്ങൾ തുടങ്ങണം അല്ലെ. നമ്മുടെ സംസാരം, നമ്മുടെ നാവ്, അതിന്റെ ഒരു പ്രാധാന്യം, അത് റംസാനിൽ അതിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ട് നമുക്കറിയാം. ഹദീസുകളൊക്കെ നമുക്കറിയാം അല്ലെ. നമ്മളോട് ആരെങ്കിലും ഇങ്ങോട്ട് കയർത്തു വന്നാലും ഞാൻ നോമ്പുകാരനാണ് എന്നാണ് നമ്മൾ പറയേണ്ടത് ഇല്ലേ. അതുപോലെ നാവിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഹദീസുകളൊക്കെ നമുക്കറിയാം. അപ്പോ നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചിന്ത
നമ്മൾ മനസ്സിലാക്കിയത് അല്ലെ. അത് എവിടെയും കാട് കയറി പോവാം, എങ്ങനെയും കാട് കയറി പോവാം, പലതിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും അല്ലെ. ശരിക്കും എന്താ പറയാ ഈ അള്ളാനെ പറ്റി അറിവില്ലാത്തവരൊക്കെ ശരിക്കും പറഞ്ഞാല് ആത്മഹത്യയെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നതിന് അവരെ ഒരു കുറ്റവും നമുക്ക് പറയാൻ കഴിയും അല്ലെ. ഇവൻ അള്ളാനെ പറ്റി അറിവുള്ളവർ പോലും ചില സാഹചര്യങ്ങളിൽ ചിന്തിച്ചു എന്ന് വരാം. അവിടെയാണ് നമുക്ക് അറിവിനപ്പുറമുള്ള ഒരു സ്റ്റേജിന്റെ ഒരു ആവശ്യകത അല്ലെ. അറിവ് മാത്രം നമുക്ക് പോരാ, അത് പ്രാവർത്തികമാക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തേണ്ടതിന്റെ ഒരു ആവശ്യകത അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചിന്തയെങ്കിൽ, നമ്മൾ രണ്ടാമതൊരാളോടൊപ്പമാണെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സംസാരം എന്നുള്ളത്. സംസാരം എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരാളുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടുള്ളതാവണം. അതിന് കഴിഞ്ഞാൽ നമ്മുടെ സംസാരം ആർക്കും ഒരു വിഷമത്തിന് കാരണമാവില്ല, നമുക്കും ഒരു വിഷമത്തിന് കാരണമാവില്ല, നമ്മുടെ സംസാരം കേൾക്കുന്ന ഒരാൾക്കും വിഷമത്തിന് കാരണമാവില്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മളെയാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, നമ്മളെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക. നമ്മുടെ സംസാരമാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക. നമ്മുടെ സംസാരമാണ് നമുക്ക് നന്നാക്കാനും സാധിക്കുക. ശരിക്കും ചില സാഹചര്യങ്ങളിൽ കത്തിയേക്കാൾ മൂർച്ചയേറിയ ആയുധമാണ് നാവ് അല്ലെ. പറഞ്ഞ വാക്കുകൾ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല. എത്ര ക്ഷമ ചോദിച്ചാലും ചിലപ്പോൾ അതുകൊണ്ട് എന്താ പറയാ അത് സോൾവ് ചെയ്തു എന്ന് വരില്ല. ചിലപ്പം ചില സംസാരങ്ങള് നമ്മൾ ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളിലേക്ക് നയിക്കും അല്ലെ. എന്നാൽ നേരെ മറിച്ച് ചില സംസാരങ്ങളോ ഒരിക്കലും പരിഹരിക്കപ്പെടുകയില്ല എന്ന് കരുതിയ പ്രശ്നങ്ങൾ വരെ അത് പരിഹരിക്കാനും കഴിയും. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു സംസാരം എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് മാക്സിമം അത് ഇന്നു മുതൽ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ സംസാരം അത് ഏറ്റവും നല്ല രൂപത്തിൽ ഉള്ളതായി തീരാനായിട്ട്. നമ്മളുടെ റംസാനിലെ നമ്മുടെ ഒരു ഇബാദത്തിന്റെയും ഒന്നിന്റെയും ഒരു അമലിന്റെയും കൂലി നമ്മുടെ സംസാരം കൊണ്ട് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അവിടെയും നമ്മുടെ ചിന്തയാണ് അതിന്റെയും ബേസ്. നമ്മുടെ ചിന്തകൾ നന്നായാലാണ് നമ്മുടെ സംസാരത്തിലും നമുക്ക് ആ ഒരു നന്മ കൊണ്ടുവരാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും ചിലപ്പോ ചില വാക്കുകൾക്ക് ഇപ്പോ ഒരു കോടി രൂപ ഒരാൾക്ക് നൽകിയാലും എന്താ കൊടുക്കാൻ പറ്റാത്തൊരു ആശ്വാസം നമുക്കൊരു നല്ല വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഒരു നല്ല സംസാരം കൊണ്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും അല്ലെ. അപ്പോ പരിശുദ്ധ റമദാനില് റമദാനിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്ന ഒരു സംസാരവും നമ്മളിൽ നിന്നുണ്ടാകാതെ ശ്രദ്ധിക്കുമെന്ന് നമുക്ക് തീരുമാനം എടുക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത് വരുന്നത് നമ്മുടെ പെരുമാറ്റം. അപ്പൊ നമ്മുടെ പെരുമാറ്റത്തെ പറ്റി പറയുമ്പോ മറ്റുള്ളവരെ നമ്മള് എന്താ പറയാ അംഗീകരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പെരുമാറ്റത്തെ കൊണ്ടുവരാൻ സാധിച്ചാല് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോ എന്താ പറയാ ആരെന്ത് പറഞ്ഞാലും അതിനെ ഉൾക്കൊള്ളാതെ അതിനെ പൂർണ്ണമായി കേൾക്കാൻ പോലും നിൽക്കാത്ത പെരുമാറ്റാണ് നമ്മുടേതെങ്കില് എങ്ങനെയാ ശരിക്കും മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുക അല്ലെ. അങ്ങനെയുള്ളവർ ചിലപ്പോ പറയും എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് അവര് പറയും അല്ലെ. ശരിക്കും എങ്ങനെയാണ് അവരെ നമ്മൾ മനസ്സിലാക്കുക? അത് ഒരിക്കലും നമ്മുടെ പെരുമാറ്റം എന്താ പറയാ ഒരു കള്ളിമുൾ ചെടിയെ പോലെ ആവാതിരിക്കുക. നമുക്കറിയാം അല്ലെ കള്ളിമുൾച്ചെടിയുടെ ഒരു പ്രത്യേകത. ശരിക്കും നമ്മൾക്കൊക്കെ പേടിയുണ്ടാവും അതിന്റെ അടുത്തേക്ക് നമ്മൾ സൂക്ഷിച്ചായിരിക്കും അതിന്റെ അടുത്തൂടെ പോകുന്നത്, അതിനെ തൊടാൻ ഒക്കെ നമുക്ക് പേടിയായിരിക്കും. അപ്പൊ മുറിവേൽക്കുന്ന പേടിച്ച് നമ്മളോട് ആരും അടുക്കില്ല ശരിക്കും പറഞ്ഞാല്. അപ്പോ എന്താ പറയാ മറ്റുള്ളവർ എങ്ങനെയാണോ നമ്മളോട് പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ അതും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഒരു നന്മയുടെ പ്രതിഫലനമായിരിക്കും. പ്രതിഫലനമായിട്ടാണ് നമ്മുടെ ആ ഒരു പെരുമാറ്റം വരുന്നത്. അപ്പം ആ ഒരു പ്രതിഫലനം, ആ ഒരു പെരുമാറ്റം അതിൽ സൂക്ഷ്മത കൊണ്ടുവന്ന് എങ്ങനെ നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം അത് ശരിക്കും പറഞ്ഞാൽ അത് നല്ലത് എന്നുള്ളത് അത് മറ്റുള്ളവർ അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. നമ്മുടെ നല്ല പെരുമാറ്റം, നമ്മുടെ നല്ല സ്വഭാവം അല്ലെ. നമ്മുടെ കൂടെ ജീവിക്കുന്നവരും നമുക്ക് ചുറ്റുമുള്ളവരും ഒക്കെയാണ് അത് അനുഭവിച്ചറിയേണ്ടത്. അവരാണ് അത് പറയേണ്ടത്. അപ്പോ ഇബാദത്തുകളിലൊക്കെ നാം അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനായിട്ട്, എന്നാൽ നമ്മുടെ ഒരു മോശമായ പെരുമാറ്റം കൊണ്ട്
നമ്മൾ ഭയങ്കര കാര്യമായിട്ട് ഒരുപാട് ഇബാദത്തുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അള്ളാഹിന് വേണ്ടി ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നാ നമ്മുടെ മോശമായ പെരുമാറ്റം അതുകൊണ്ട് മനസ്സ് വല്ലാതെ വേദനിച്ച് ഒരാള് അള്ളാഹിനോട് കരഞ്ഞ് പറയാണ്, അള്ളാഹിന്റെ മുന്നിൽ ഒരാൾ കരയാണ്. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഒരുപാട് ഇബാദത്തുകളും കാര്യങ്ങളും ഒക്കെ ഒരു സൈഡിൽ ഇങ്ങനെ ചെയ്യാണ്. എന്നാൽ വേറൊരു സൈഡില് ഒരാള് മനസ്സ് ഭാരപ്പെട്ട് വിഷമിച്ച് അള്ളാന്റെ മുന്നിൽ കരയാണ് നമ്മുടെ പെരുമാറ്റം കൊണ്ട്. ആ ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിക്കുക, അല്ലെ? അപ്പോ നമ്മൾ കാരണം, നമ്മുടെ പെരുമാറ്റം കാരണം ആരും വേദനിക്കാതിരിക്കാൻ ഇടയാവട്ടെ എന്നുള്ളൊരു തീരുമാനം നമുക്കാണ് അത് എടുക്കാൻ സാധിക്കുക, അല്ലെ? അപ്പോ മറ്റുള്ളവരിൽ നിന്ന് മോശം പെരുമാറ്റം നമ്മൾ ഇങ്ങനെ നേരിടുമ്പോഴായാലും ഒക്കെ നമ്മൾ അത് ആലോചിക്കുക. നമ്മളുടെ ഒരു പെരുമാറ്റം കൊണ്ട് ഒരാളും സങ്കടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ ഇടയാവില്ല എന്ന് ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് നമ്മുടെ പ്രവൃത്തി. നമ്മുടെ ചിന്തയെ പറ്റി പറഞ്ഞു, നമ്മുടെ സംസാരത്തെ പറ്റി പറഞ്ഞു, നമ്മുടെ പെരുമാറ്റത്തെ പറ്റി പറഞ്ഞു, അല്ലെ? പിന്നെ വരുന്നതാണ് നമ്മുടെ പ്രവൃത്തി. അതുപോലെ നമ്മുടെ പ്രവൃത്തികളിലൊക്കെ അള്ളാന്റെ ഒരു പ്രീതി ആഗ്രഹിച്ച് ആക്കി മാറ്റിയാല്, ആ ഒരു നീയത്ത് നമ്മുടെ പ്രവൃത്തികളിലൊക്കെ കൊണ്ടുവരാൻ സാധിച്ചാൽ, അത് എന്തായിക്കോട്ടെ, അത് ഇബാദത്തുകൾ മാത്രമാവണം എന്നില്ല. നമ്മുടെ വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോഴായാലും, നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴായാലും, നമ്മളുടെ ഭർത്താവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും, എന്ത് തന്നെ ആയിക്കോട്ടെ, ഇനി എവിടുത്തെ കാര്യങ്ങളായിക്കോട്ടെ, ഏത് പ്രവൃത്തിയിലായാലും അള്ളാന്റെ ആ ഒരു തൃപ്തി, അള്ളാന്റെ ആ ഒരു പ്രതിഫലം അത് ആഗ്രഹിച്ച് ചെയ്യുന്നതായി കഴിഞ്ഞാല് ഒരു പരിധി വരെ നമ്മൾക്ക് ഒരുപാട് വിഷമങ്ങള് നമുക്ക് മാറ്റിയെടുക്കാൻ, ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എന്താ പറയാ, ഒന്നിനെ കുറിച്ച് വിഷമിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. കാര്യം അള്ളാന്റെ തൃപ്തി ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു കാര്യം അത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ, അതിന്റെ ഒരു എഫേർട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ് കൗണ്ട് ചെയ്യും എന്നുള്ളത് നമ്മൾക്ക് ഉറപ്പാണ്, അല്ലെ? പിന്നെ നമ്മള് അതിന്റെ ഇതില് കേൾക്കുന്ന വാക്കുകള് ഇതില് സങ്കടപ്പെടേണ്ട ആവശ്യമോ ഒന്നുമില്ല നമുക്ക്, അല്ലെ? ഒന്നും നമ്മെ നിരുത്സാഹപ്പെടുത്തത്തില്ല. കാരണം നമ്മുടെ പ്രവൃത്തികളുടെ ലക്ഷ്യം അള്ളാന്റെ പ്രീതിയാണ്, അല്ലെ? ഇപ്പോ നോമ്പെടുക്കുന്നതും നോമ്പ് തുറക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതും എല്ലാം ശരിക്കും നമ്മള് റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ അതില് എന്തെങ്കിലും എന്താ പറയാ, നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മുടെ പ്രവർത്തനങ്ങളില് നമ്മൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൽ നമ്മൾ അള്ളാന്റെ ഒരു തൃപ്തിയാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളതെങ്കിൽ ഇൻഷാ അല്ലാ അതിൽ നമുക്ക് അത് എന്ത് തന്നെ ആയാലും അതിൽ നമ്മൾ പിന്നെ വിഷമിക്കേണ്ട ഒരു സാഹചര്യം നമ്മൾക്ക് വരില്ല എന്നുള്ളതാണ്. നമുക്കതിൽ വേഗം അള്ളാന്റെ ഒരു ആശ്വാസം നമുക്കതിൽ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇൻഷാ അല്ലാ. പിന്നെ നമ്മുടെ മനസ്സിനെ ഒരുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ ഒരു പേഷ്യൻസിന്റെ ഒരു ലെവല്, നമ്മുടെ ക്ഷമ. ഇതിന്റെ എന്താ പറയാ, ഇതുമായിട്ടെല്ലാം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് ക്ഷമ, അല്ലെ? ഏറ്റവും നല്ല ചിന്തയുണ്ടാവുമ്പോഴ്, ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കുമ്പോ, ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുമ്പോ, ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമ്പോ, ഞാനെന്ന ഒരു അഹംഭാവം നമ്മളിൽ ഇല്ലാതിരിക്കുന്ന അവസ്ഥയില് ഒക്കെ നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. അപ്പൊ മാത്രം നമുക്ക് സാധിക്കുന്ന കാര്യമാണ് ക്ഷമ എന്നുള്ളത്, അല്ലെ? അപ്പോ അല്ലാത്തൊരവസ്ഥയിലാണ് നമുക്ക് ക്ഷമിക്കാൻ കുറച്ച് പ്രയാസം. ക്ഷമയുടെ ഒരു പ്രാധാന്യം ഇസ്ലാമില് നമ്മള് ആർക്കും പറഞ്ഞു തരേണ്ടതായിട്ടില്ല, അല്ലെ? ക്ഷമിക്കാനല്ല, ക്ഷമയിൽ ഔന്നിത്യം കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോ പരിശുദ്ധ റമളാനിലും ക്ഷമയുടെ ഒരു പ്രാധാന്യം നമുക്ക് നല്ലോണം അറിയാം, അല്ലെ? അപ്പൊ അവിടെയാണ് നമ്മുടെ മനസ്സിനെ ഒരുക്കുമ്പോ ആ ഒരു ക്ഷമയുടെ പ്രാധാന്യം കൂടെ നമ്മൾ നല്ലോണം ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ ഒരു ആവശ്യകത വരുന്നത്. നമ്മളോട് ഔന്നിത്യം കാണിക്കാൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഏറ്റവും നന്നായി ക്ഷമിക്കാനാണ് പറയുന്നത്, അല്ലെ? ക്ഷമിക്കാൻ കഴിയാത്തവന്റെ നോമ്പ് അള്ളാഹ് സ്വീകരിക്കുമെന്ന് നമുക്കറിയില്ല.
അല്ലെ? അതുപോലെ ആദ്യം ക്ഷമിക്കുന്നവനും വിട്ടുവീഴ്ച ചെയ്യുന്നവനും പ്രത്യേക കൂലിയുണ്ട്. അപ്പോ അതുപോലെ ഞാൻ പറഞ്ഞു അഹംഭാവം, അഹങ്കാരം ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നത്. അല്ലെ? ഇപ്പോ ആരോടെങ്കിലും ക്ഷമിക്കാൻ കഴിയാത്ത വിധം ദേഷ്യം നാം കൊണ്ട് നടക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, നമ്മുടെ നന്മകൾ ഇല്ലാതാക്കുന്നതിന്റെ ഒരു വിത്ത് നമ്മൾ തന്നെ പാകിക്കഴിഞ്ഞു. അല്ലെ? കാരുണ്യവാനായ റബ്ബിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ പോകുന്നവരാണ് നമ്മൾ. അല്ലെ? അല്ലാതെ നമ്മുടെ ഒരു അമലുകൾ കൊണ്ടും നമ്മളുടെ ഒരു ഇബാദത്തുകൾ കൊണ്ടും അല്ല നമ്മൾ രക്ഷപ്പെടുന്നത്. അപ്പോ ആ നമ്മൾക്കാണ് പല കാര്യത്തിലും പലരോടും ക്ഷമിക്കാൻ ബുദ്ധിമുട്ട്. അല്ലെ? അപ്പോ നാഥൻ നമ്മുടെ തെറ്റുകൾ പുറത്തു തരണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ അത് മറ്റുള്ളവർക്കും പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഒരിക്കലും അതിനർത്ഥം മറ്റുള്ളവരുടെ എല്ലാ അടിച്ചമർത്തലുകളും അവരുടെ എല്ലാതും നമ്മൾ സഹിച്ച് എല്ലാതും നമ്മൾ ഒന്നും മിണ്ടാതെ കേട്ട് അതല്ല ക്ഷമയെന്ന് പറയുന്നത്. അവർ എന്താ പറയാ അവരങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള എന്താ പറയാ അതിന്റെ ഒരു റിസൾട്ട് നമ്മൾ അവർക്ക് കൊടുക്കണം. അത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ട സ്റ്റെപ്സ് എടുത്ത് കൊടുക്കേണ്ട രീതിയിൽ നമ്മൾ അതിന്റെ കോൺസിക്വൻസസ് അവർക്ക് അതിന്റെ പരിണിത ഫലങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെ? എന്ന് കരുതിയിട്ട് അവരോട് തീർത്താൽ തീരാത്ത പക മനസ്സിൽ സൂക്ഷിച്ച് കൊണ്ടു നടന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ ഇതാക്കി കളയണം എന്നല്ല ഈ ഒരു ക്ഷമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് എന്താണോ അതവർക്ക് തിരുത്തി കൊടുക്കാനും അതിന്റെ കോൺസിക്വൻസസ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെയുള്ള എഫേർട്ട് എടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് പുറത്തു കൊടുക്കാനും അവർക്കും പശ്ചാത്തപിച്ച് മടങ്ങാനും ഉള്ളൊരവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ക്ഷമ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരുണ്യവാനായ റബ്ബിന്റെ ഔദാര്യം നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മളും അവരോട് ഔദാര്യം കാണിക്കുക, നമ്മളും മറ്റുള്ളവരോട് ഔദാര്യം കാണിക്കുക എന്നുള്ളതാണ് കാര്യം. നമ്മളാണ് അൾട്ടിമേറ്റ്ലി ഔദാര്യം ആവശ്യമുള്ളവര്. അല്ലെ? ഇനിയിപ്പോ നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്നവരോട് വേദനിപ്പിക്കുന്നവരോട് ഒക്കെ ഉള്ളൊരു സമീപനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവരോട് എടുക്കേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് അതില് നമുക്ക് ഇസ്ലാമികമായിട്ട് തന്നെ അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ട്. അതങ്ങനെ തന്നെ നമ്മൾ എടുക്കുക. പിന്നെ ക്ഷമിക്കേണ്ട കാര്യങ്ങൾ അതങ്ങനെ തന്നെ നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക. പിന്നെ ചില പരീക്ഷണങ്ങളും ചില എന്താ പറയാ ചില പ്രതികൂല സാഹചര്യങ്ങളും അവിടെ ക്ഷമിക്കുന്നതും ഒക്കെ നമുക്കറിയാം. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അല്ലെ? ഒന്നിലത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തു പോയ എന്തെങ്കിലും തെറ്റുകൾക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് അതിനൊരു തിരുത്തലിനെ തരുന്നതാവാം. അതല്ലെങ്കിൽ ആ ഒരു ക്ഷമയിലൂടെ നമ്മൾ ക്ഷമ കാണിച്ചു പോകുന്നതിലൂടെ ഒരുപാട് നന്മകൾ അല്ല നമുക്ക് തരുന്നുണ്ടാവാം. അങ്ങനെ ഒരു വിശ്വാസിനിക്ക് അങ്ങനെ ക്ഷമയെ ആ ഒരു രീതിയിൽ മനസ്സിലാക്കി എടുക്കാനുള്ളൊരു കഴിവുണ്ടാവണം എന്നുള്ളതാണ്. അപ്പോ ഏകദേശം ഇതൊക്കെയാണ് മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങള്. അപ്പൊ ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോ ഇത് ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നാളെ ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോ മനസ്സിനെ ഏകദേശം എങ്ങനെ റെഡിയാക്കി എടുക്കണം, നമ്മുടെ ചിന്തകളെ എങ്ങനെ നല്ല രൂപത്തിൽ കൊണ്ടുവരണം, നമ്മുടെ സംസാരത്തെ എങ്ങനെ നമുക്ക് നന്നാക്കി എടുക്കണം, നമ്മുടെ പ്രവർത്തികളെ നമ്മുടെ പെരുമാറ്റത്തെ എങ്ങനെ നമുക്ക് നന്നാക്കണം, അതൊക്കെ നന്നാക്കുന്നതിലൂടെ നമുക്ക് ക്ഷമയുടെ ഔന്നത്യത്തിലേക്ക് എങ്ങനെ എത്താം എന്നതിനെ പറ്റിയിട്ടുള്ള ചെറിയ ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ഞാനിവിടെ നടത്തിയത്. അപ്പോ സംസാരിച്ച എനിക്കും എന്നെ കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് അള്ളാന്റെ എല്ലാവിധ സഹായവും ഉണ്ടാകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ഇതിന്റെ ഒരു റംസാനിലെ നമ്മുടെ ദിവസങ്ങൾ എങ്ങനെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം, ആ ഒരു ടൈം മാനേജ്മെന്റ്, പ്രയോറിറ്റി മാനേജ്മെന്റ് അതെങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റി ഐഷാത്തയുടെ സെഷൻ ഉണ്ടായിരിക്കും. എല്ലാവരും തീർച്ചയായിട്ടും പങ്കെടുക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ തൊട്ടടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് നമ്മളുടെ റമളാനിലെ നമ്മുടെ കുറേ മാധുര്യങ്ങൾ ഉണ്ടല്ലോ. ഒന്നാമതായിട്ട് നമ്മുടെ ഖുർആൻ, നോമ്പ്, ലൈലത്തുൽ ഖദർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? അപ്പോ അതൊക്കെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തണം, പിന്നെ നമ്മുടെയൊക്കെ കുറച്ച് റമളാൻ അനുഭവങ്ങൾ, നമ്മുടെയൊക്കെ ആദ്യത്തെ റമളാൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളൊരു സെഷൻ ലാസ്റ്റ് ദിവസം ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാവരും പങ്കെടുക്കണം. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, സത്യസന്ധമായ മറുപടി വേണം കേട്ടോ എനിക്ക്.
ഇതില് എത്ര പേർക്ക് എത്ര പേര് ശരിക്കും പറയാൻ പറ്റും? വിശ്വസിക്കുന്നവരുണ്ട്. റമളാൻ തുടങ്ങുമ്പോ റമളാനിൽ ഞാൻ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സത്യം പറയണം കേട്ടോ. റമളാനിൽ ഞാൻ ഉണ്ടാവും. ഈ റമളാൻ നോമ്പ് ഞാൻ എടുക്കും. റമളാനില് നമ്മളെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ? അതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതും നമ്മുടെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ. സത്യസന്ധമായിട്ട് പറയണം. റമളാനില് ഞാൻ ഉണ്ടാവും സത്യമായിട്ട് പറയണം. അല്ലാഹ്ക്കറിയാം. ഓക്കെ. ആർക്കും പറയാൻ റമദാൻ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന ആഗ്രഹമുണ്ട്. കഴിഞ്ഞ വർഷത്തിനേക്കാളും ഉഷാറായി നോമ്പ് വെച്ച് വളരെ കൂടുതൽ ഇബാദത്ത് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. ഉണ്ടാവുക എന്നുള്ളത് റബ്ബിന് മാത്രം അറിയാം. അതെ അതെ അതെ. നമുക്ക് എല്ലാവർക്കും നമ്മളൊന്ന് എടുത്ത് ചോദിക്കുമ്പം പറയുന്ന കാര്യമാണത് അല്ലെ? നമ്മളൊക്കെ ഒരാള് നമ്മളോട് എടുത്ത് ചോദിച്ചാൽ പറയുന്ന ഒരു മറുപടിയാണത്. പക്ഷെ എന്നാലും ആ ഒരു പേടി, ഞാൻ ഉണ്ടാവോ എനിക്ക് ഈ റമളാൻ കിട്ടുവോ എന്ന ആ ഒരു പേടി അത് എത്രത്തോളം നമ്മളിലുണ്ട്? നമുക്കറിയില്ല അല്ലെ? ഇനി 10 ദിവസം കൂടിയേ ഉള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ ഒരു പേടി വരുന്ന അതിന്റെ ഒരു ഡെൻസിറ്റി, അതിന്റെ ഒരു പെർസെന്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മെജോറിറ്റിക്കും അത് എന്താ പറയാ കുറവായിരിക്കും എന്ന് തന്നെ പറയാം. നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് അല്ലെ? പല മയ്യത്തുകളും നമ്മൾ കാണാൻ പോവും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും, ഒക്കെ ചെയ്യും. പലരും മരിച്ചു എന്ന് കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ അവരെ ഓർത്ത് സങ്കടപ്പെടും ഒക്കെ. പക്ഷെ എന്നാലും നമ്മൾക്ക് ഇങ്ങനെ അതെ 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 സ്വപ്ന പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. നമ്മൾക്ക് കുറച്ചുകൂടെ ഉണ്ടോ, ഞാനിപ്പോഴെങ്ങും മരിക്കുവോ എന്നൊക്കെ നമ്മളിങ്ങനെ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ട്. നമുക്ക് ഉള്ളിന്റെ ഉള്ളില് നമ്മുടെ ഒരു എൻഡിങ് നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലെ? നമുക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ പറയുന്നില്ല. അതൊരു സത്യമാണ് ശരിക്കും. അപ്പോ അത് ആ ഒരു പേടി ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണം എന്നുള്ളതാണ്. നമ്മുടെ റമളാനെ ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ നമുക്ക് ആ ഒരു പേടി, ഇനി എത്ര റമളാൻ ഉണ്ടായിരിക്കും നമ്മുടെ മുന്നില്, എത്ര റമളാൻ നമുക്ക് കിട്ടും എന്ന ആ ഒരു പേടി, അത് കുറച്ച് വലുതായി തന്നെ നമ്മളിൽ ഉണ്ടാവുന്നത് റമളാനെ ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ നമുക്ക് പ്രയോജനപ്പെടും എന്നുള്ളതാണ്. വലിയൊരു ഓഫറാണ് അല്ലെ നമ്മളെ കാത്തിരിക്കുന്നത്. ഒരു 10 ദിവസങ്ങൾക്ക് ശേഷം ഒരു റമളാൻ കൂടി കൂടുതൽ ലഭിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് നരകം നിഷിദ്ധമാക്കപ്പെട്ട ആളുണ്ട്. നമുക്കറിയാം ആ ഹദീസ് അല്ലെ? അവിടെയാണ് ഒരു റമളാന്റെ ഒരു പ്രാധാന്യം. ഞാൻ ഇതിന്റെ ഫസ്റ്റ് വർക്ക്ഷോപ്പിലൊക്കെ പറഞ്ഞു. റമളാൻ ഗോൾ സെറ്റിംഗ് ആയിട്ടുള്ള ഫസ്റ്റ് വർക്ക്ഷോപ്പിലൊക്കെ പറഞ്ഞു. ഇപ്പോ ഞാനിവിടെ കൊച്ചിയിലാണ്, എടപ്പള്ളിയിലാണ്. ഇവിടെ ലുലുവില് 24 hours നൈറ്റ് ഓഫർ ഒക്കെ വന്നു കഴിഞ്ഞാൽ സാധനങ്ങൾക്ക് 60%ഉം 90%ഉം ഒക്കെ ഓഫർ വരും. ഇവിടെ ഇറങ്ങാൻ കഴിയൂല, എടപ്പള്ളിയിലോട്ട് കാല് കുത്താൻ കഴിയൂല. 2 മണിക്ക്, രാത്രി 2 മണിക്കും 1 മണിക്കും ഒക്കെ ആള് സൂചി കുത്താൻ സ്ഥലം ഉണ്ടാവില്ല ലുലുവില്. അതേമാതിരി ആയിരിക്കും ആ ഓഫറിന് ആളുകളുടെ ഒരു മരണപ്പാച്ചില്. ഇപ്പൊ സുബ്ഹാനല്ലാഹ് നമ്മള് എങ്ങനൊക്കെ നിക്കണം അല്ലേ റമളാന് വേണ്ടിയിട്ട്. അതൊന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാൻ, ആ ഒരു ഓഫറിന്റെ, ആ ഒരു അനുഗ്രഹത്തിന്റെ, ആ ഒരു പുണ്യത്തിന്റെ ഒക്കെ ഒരു വലിപ്പം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഒരുങ്ങിയാലും, എത്ര തയ്യാറെടുത്താലും, എത്ര പേടിച്ചാലും, എത്ര ദുആ ചെയ്താലും, നമ്മളൊക്കെ റമളാന് വേണ്ടിയിട്ട് ദുആ ചെയ്യും. റമളാനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മള് അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ നമ്മൾ ദുആ ചെയ്യും അല്ലെ? അങ്ങനെ ദുആ ചെയ്യുമ്പോ ആ ഒരു പേടി, അല്ലാഹ് എന്നെ എത്തിക്കണേ എന്നുള്ള ആ ഒരു തീവ്രമായ ആഗ്രഹം, അതിൽ ഒരു മിനിറ്റ് പോലും, ഒരു സെക്കൻഡ് പോലും പാഴാക്കി കളയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ആ ഒരു പരിശ്രമം, അവിടെയാണ് നമുക്ക് എത്തേണ്ടത് അല്ലെ? ഇൻഷാ അല്ലാഹ്. 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ അല്ലാഹ് സ്വീകരിക്കട്ടെ. നമ്മള് തുടങ്ങി വെച്ച ഈ ഒരു എഫേർട്ടിന്റെ എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള നമ്മുടെ ഓരോ പരിശ്രമങ്ങളും അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വന്ന് സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ
തെറ്റുകുറ്റങ്ങളും അല്ല പുറത്ത് മാപ്പാക്കി തരട്ടെ. ഈ ഒരു സമയവും നമ്മളിത് കേൾക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്തതും ഒക്കെ അല്ല സ്വീകരിക്കുമാറാകട്ടെ. അതിലും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങള് അല്ല പുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മളെയൊക്കെ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് എത്തിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ബാരിക് അല്ലാഹുമ്മ ബല്ലിഗ്നാ റഹ്മാൻ. ആമീൻ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വലൈക്കും വബറകാതുഹു. സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام ورحمة الله